പറ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ശ്രീകുണ്ണോടെ എവിടെ പോവാ? ആശുപത്രി പോകട്ടോ. എനിക്ക് വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് ഭയങ്കര വയറുവേദനയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രി പോയി, എന്നിട്ടും കുറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇപ്പം പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ബസ്സിന് പോകാം. കഴിഞ്ഞ ദിവസമൊക്കെ ചേട്ടായുടെ കൂടെ വണ്ടിക്കാണ് പോയി. അപ്പോൾ ചേട്ടായിക്കും വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങ് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മാങ്ങത്തൊട്ടി സിറ്റിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് രണ്ടുപേരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ വണ്ടിയിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മേളിൽ ഇറങ്ങിയിട്ട് താഴെ ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല വെയിൽ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കയറി. കടയിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ വട്ടത്തിരിക്കുന്നേ, എനിക്ക് വേണ്ട, കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് വന്നു വിചാരിച്ചു. ഇപ്പോൾ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചില്ല, ദോശയില്ല. വീട്ടിൽ ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ബസ് പോകുമല്ലോ, അതുകൊണ്ടാണ് പോകുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഹോസ്പിറ്റലിൽ വന്നത് ട്രിപ്പ് ഇട്ടു ശേഷം മോഷൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കും. അതൊക്കെ റിസൾട്ടൊക്കെ വന്നു കേട്ടോ. അടുത്ത ട്രിപ്പ് ഇട്ടു കേട്ടോ. മുഴുവൻ തീരണം, ചെറുതായിട്ട് കാണുന്നില്ല. ക്ഷീണമൊക്കെ മാറി. ശ്രീകുട്ടനെ കാണിക്കാം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടോ. അതി കൂട്ടിരിപ്പുകാരി എവിടെ കാണാൻ കേട്ടോ. ഇതിനോട് അത് എന്നെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. പിന്നെ നമ്മുടെ ദേവനും ചെറുതായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അഡ്മിറ്റ്. ദേവൻ്റെ കാര്യമല്ല, ഞാൻ അഡ്മിറ്റ് ആട്ടോ. ശ്രീകുന്നുണ്ട്. കണ്ണപ്പനും ദേവനും കൂടെ മരുന്നൊക്കെ കൊടുത്തു വിട്ടു. അവർക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു. അങ്ങനെ അവർ ഡോക്ടറെയൊക്കെ കണ്ട ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ചേട്ടായി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതങ്ങനെയാണല്ലോ, നമ്മളെവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിലും എല്ലാവരും ഒരുമിച്ചാണല്ലോ പോകാറൊക്കെ. അപ്പോൾ ഏലിക്കുട്ടിയമ്മേനെ എന്നെ അവിടെ നിർത്തും, കാരണം ഞാൻ അഡ്മിറ്റ് ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നു. അവർ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നേ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് നേഴ്സുമാരൊക്കെ വന്നിട്ട് BP പിന്നെ ബ്ലഡൊക്കെ പരിശോധിച്ചു, യൂറിൻ പരിശോധിക്കാൻ കൊടുത്തു, മോഷൻ പരിശോധിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ തൈറോയിഡും കൂടെ നോക്കാൻ കൊടുത്തിട്ട് നമ്മുടെ ഏലിക്കുട്ടിയും ഉണ്ട് എൻ്റെ കൂടെ ഒന്ന് കിടക്കാൻ വന്നത്. അപ്പോൾ അവർക്ക് രാത്രിയേ പോയി. നല്ല സുഖമായിരുന്നു ഉറക്കം. കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. 2 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഇതിന് 3 ദിവസത്തേക്ക് വരണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പതുപോലെ എവിടെ പോവാ, ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറഞ്ഞു വന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ആകെ സിക്കായിരുന്നു. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരണമൊക്കെ ഞാൻ നല്ല വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. നല്ല രീതിയിൽ പണി കിട്ടി, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. രാവിലെ 8 മണിയുടെ ബസ്സിന് പോകാനാണ്. മാതാ ഹോസ്പിറ്റലിലാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വരാം. ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണേ. സൂപ്പറാ സുന്ദരനെ. ബസ് 8 മണിക്ക് കറക്റ്റ് വരും. അപ്പോൾ 7:55 ആയപ്പോഴത്തേക്കും വന്നിരുന്നു. കുറേ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട്. ട്രിപ്പായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക. അപ്പോൾ എനിക്ക് IV കുത്താൻ വേണ്ടിയിട്ട് ഞരമ്പൊന്നും കിട്ടില്ല കേട്ടോ. കുറേ കുത്തിയാണ് ഞരമ്പ് കിട്ടുന്നത്. അത് കിട്ടുന്നത് പെട്ടെന്ന് ബ്ലോക്കായി പോവുക. അപ്പോൾ ഇത് 3ാമത് കുത്താൻ പോവാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് IV കുറേ കുത്തിയ ശേഷം കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇത് അനക്കാൻ പറ്റില്ല, കാരണം അത്രയധികം കുത്തിയിട്ടാണ്. ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വെയിൻ കിട്ടിയത്.
അപ്പോൾ അതുകൊണ്ട് കൈ ഒട്ടും അനക്കരുത് പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. നാളെയും കൂടെ ഉള്ളതുകൊണ്ട് നാളെ കഴിഞ്ഞാലും ഇത് ഇൻഫെക്ഷൻ മാറിയെന്ന് അറിയാതെ മാറ്റാനും പറ്റത്തില്ല ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ കുർള സിറ്റി വീട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ചാച്ചമ്മയ്ക്ക് എന്തെങ്കിലും അപ്പം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് വിചാരിച്ചു. KSRTC ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറിയിട്ട് നേരെ കുർള സിറ്റിയിലേക്ക് പോകട്ടെ. നമ്മൾ കുരുവിള സിറ്റി താഴെ വന്ന് ഇറങ്ങി കേട്ടോ. വേണ്ട, ഇനി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശമൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കറക്റ്റായിട്ട് വീഡിയോ പറയാട്ടോ. മുടി പോലും കെട്ടാൻ പറ്റാത്ത അവസ്ഥ. ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുടിയൊന്നും ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് ആകെ സീനായിട്ടിരിക്കുക. കുറേ കുത്തിയ ശേഷമായിട്ട് ഇതൊന്നും ശരിയായത്. അതുകൊണ്ട് അനക്കാതെ വെച്ചേക്കും. ഇനി എനിക്ക് അവിടെ ചെന്നിട്ട് കുത്തുവെള്ളം മേല. അപ്പോൾ ഞാൻ വിശദമായിട്ട് എന്താണ് പറ്റിയതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഏകദേശം 5-6 ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വന്ന എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചത് രാജക്കാട് പങ്കജി കയറി ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ച് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയ തോതിലൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്രയധികം കാര്യമാക്കിയില്ല. പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആ വേദന അങ്ങ് കൂടി. അപ്പോഴത്തേക്കും നമ്മുടെ ദേവന് ഭയങ്കര വോമിറ്റിംഗ് ആയി. അന്ന് രാത്രി ദേവന് വോമിറ്റിംഗ് ആയി. ദേവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. പിറ്റേ ദിവസം രാവിലെ വന്നു. എനിക്കങ്ങ് വയറുവേദന, ഭയങ്കര വയറുവേദനയാണ്. ഒരു രക്ഷയില്ലാത്ത വയറുവേദനയായിരുന്നു. എന്നിട്ട് എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ മേടിച്ചപ്പോൾ ഇച്ചിരി കുറഞ്ഞു. പിന്നെ അങ്ങ് ലൂസ് മോഷൻ തുടങ്ങി. ലൂസ് മോഷനും അതുപോലെ വയറുവേദന ഒപ്പമായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണപ്പന് ഇതുപോലെ തന്നെ. കണ്ണപ്പൻ പിന്നെ പറഞ്ഞില്ല, അവന് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നല്ല വയറുവേദന എന്ന് വെച്ചാൽ നല്ല വയറുവേദനയായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയിപ്പം ടെസ്റ്റ് ചെയ്തപ്പം മോഷനും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും, യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. മോഷൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻഫെക്ഷനായി, ബ്ലഡിലും ഇൻഫെക്ഷനായി, കൗണ്ടൊക്കെ കൂടി ആകെ ഡൗൺ ആയിപ്പോയി. പിന്നെ എനിക്കൊരു സാധനം കഴിക്കാൻ മേല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. ഫുഡ് പോയ്സൺ ആയായിരുന്നു. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഒരാൾ ഡൗൺ ആയി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആശുപത്രി പോയില്ല, സത്യം പറഞ്ഞാൽ മരിച്ചു പോകണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഫുഡ് പോയ്സൺ ആയിരുന്നു. കുടലിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുടലിലൊക്കെ ആയി. അപ്പം തന്നെ ഡോക്ടർ ഇഞ്ചക്ഷൻ ഇട്ട് എന്തായാലും കിടന്നേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ കിടക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്തായാലും കിടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കൊറിയൻ ഡോക്ടർ കിടത്തി. അങ്ങനെ 2 ദിവസം ഇഞ്ചക്ഷൻ പോയി. 3 നേരവും ഇഞ്ചക്ഷൻ, ഗുളിക, അതും ഇതൊക്കെ ആയിട്ട് പോയി. ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പങ്കജിന്ന് കഴിച്ചു. ഞങ്ങൾക്ക് മാത്രമല്ല, കുറേ പേർക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു വോമിറ്റിംഗ് ആയിട്ട്. എന്താ കഴിച്ചത് ഞാൻ ചോദിച്ചപ്പോൾ ബിരിയാണി കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയെന്നാന്ന് ചോദിച്ചപ്പോൾ പങ്കജിന്ന് കഴിച്ചു. അവരെല്ലാവരും കഴിച്ചു, പക്ഷേ കൊച്ചിന് മാത്രമാണ് വോമിറ്റിങ്ങും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ചേട്ടായി മറ്റേ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നടപടികൾ എടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ്, അപ്പം ആൾക്കാർ ചിലർ ചോദിക്കുക എന്നാൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നു എന്നൊക്കെ. കാരണം നമ്മൾ ഇത്രയും ലോങ് പോരുമ്പോൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ചീത്തയായിപ്പം. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ദേവന് ഫുഡ് ഛർദിയൊക്കെ കഴിഞ്ഞപ്പോൾ ദേവന് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവന് ബിരിയാണി തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് ഞങ്ങൾ പിന്നെ ബിരിയാണി കഴിച്ചത്. പിന്നെ അതിൻ്റെ അകത്ത് കിട്ടിയ ഇറച്ചിന്ന് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ചിക്കനായിരുന്നു കേട്ടോ. ആകെ സീനായി. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസത്തോടെ ഇതൊക്കെയുണ്ട് കേട്ടോ, ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ സെറ്റായി വരികയാണ്. അപ്പോൾ ഞാൻ ശ്രീകുട്ടനും ഉണ്ട് കേട്ടോ. അതേ ഇരിക്കുന്നു ശ്രീകുട്ടൻ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇത് അനക്കരുതെന്ന് പറഞ്ഞിട്ടേക്കാണ്. ഇനി നോക്കാൻ വേറെ വെയിനൊന്നുമില്ല. അതുപോലെ കുത്തി ഭയങ്കര പെയിനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എന്തായെന്നൊക്കെ ഉള്ളത്. കാരണം നമുക്ക് നല്ല രീതിയിൽ എമൗണ്ട് ആയിട്ടുണ്ട് ആശുപത്രിയിൽ. ഒരു ചേച്ചി എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് ഇതിൽ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് തന്നൊരു കുറച്ച് എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൊണ്ടുപോയി ആശുപത്രി കളഞ്ഞു. അപ്പോൾ ആശുപത്രി പൈസ ആയതിനല്ല, നമുക്ക് അവർക്ക് ഇല്ലേ, അത് മതി. 4 ഗ്ലാസ് ആവുമെങ്കിൽ അത് മതി. വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാച്ചയമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വരാം ചാച്ചയമ്മ, ഒരു മിനിറ്റ്. ഞാൻ എന്താ പറഞ്ഞു വന്നേ?
പൈസ ചേച്ചി ഗിഫ്റ്റ് തന്നായിരുന്നു. പിന്നെ പൈസ എത്രയായെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിട്ട് കിട്ടിയല്ലോ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് പറഞ്ഞാൽ അത്രയധികം ബുദ്ധിമുട്ടി ഞാൻ. വേദന എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. നമ്മുടെ കുടലിലെ തൊലി പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടില്ലേ, ഈ അൾസറും ഒക്കെ വരുന്നവർക്കൊരു വേദന ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാൽ തൈറോയ്ഡൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. തൈറോയ്ഡിനൊരു പ്രശ്നമില്ല, ഓക്കെയാണ്. അത് കുറേ പേര് പറഞ്ഞു തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ. അപ്പം ഒന്നാമത് നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും വണ്ണമുള്ള ആൾക്കാരാണ്, മേ ബി അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫുഡിൻ്റെ ആയിരിക്കും. ഫുഡ് ഞാൻ അധികം കഴിക്കുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും PCOD കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക്. അപ്പോൾ എല്ലാം ഇതൊന്നും ഓക്കെ ആയിട്ട്, ഹെൽത്ത് ഇച്ചിരി കൂടെ ഓക്കെ ആയിട്ട് വേണം നമുക്കതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ വിശേഷങ്ങളും നമ്മളവിടെ ഇവിടെ പോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞാച്ചിയുടെയും ചേട്ടായുടെയും പിന്നെ അമ്മയുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. പിന്നെ മുടി ചെയ്യാതെ ഞാൻ വീഡിയോ എടുത്തെന്ന് ആരും പറയാം, കാരണം എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഇത് പൊക്കാൻ പറ്റില്ല, ഭയങ്കര പെയിന്. കാരണം കുത്തിയിട്ട് ഈ വെയിൻ കിട്ടില്ല, അത് ബ്ലഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടാണ് കിട്ടുന്നത്. ഭയങ്കര പെയിനായിട്ട് ഇവൻ തന്നെ ചോദിച്ചു, കുഞ്ഞാൻ്റെ എത്ര ഇഞ്ചക്ഷൻ എടുത്തെന്നല്ലേ, അല്ല കുത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയധികം അവൻ നിന്നപ്പോൾ തന്നെ 3-4 കുത്തി. ഞാൻ പിന്നെ സഹിച്ച് അവിടെ കിടന്ന് കൊടുത്തു കേട്ടോ. നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആവശ്യമായി പോയില്ലേ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്താ ചെയ്യണ്ടേ, കമൻറ്റും ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.